ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ വറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, മത്തിയെന്നും പറയും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ നന്നാക്കി എടുത്തിട്ടുള്ള മത്തിയാണ്. ഇതുപോലെ നല്ലപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. വരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ നല്ലപോലെ ആഴത്തിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആഴത്തിൽ വരുമ്പോഴാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാലപ്പൊടികളൊക്കെ കറക്റ്റായിട്ട് ആ മീനിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞു കൊടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർക്കാനായിട്ട് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർത്ത് വെച്ചിട്ട് അത് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ. ഇത് നമുക്ക് ഈ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഈ പുളിവെള്ളം ഇപ്പോൾ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം വരും കേട്ടോ. അപ്പം ഞാനത് ഈ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി മസാലയും മീനും കൂടിയിട്ട് നല്ലപോലെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തുള്ള മസാലയൊക്കെ മീനിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ ആക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ പുളിയും ആ ഉപ്പും എരിവും എല്ലാം കൂടി കറക്റ്റ് ആ മീനിൻ്റെ മാംസത്തിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതേപോലെ മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല തേച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കാം. നമ്മൾ ഈ മീനിൽ വരഞ്ഞു കൊടുത്തുള്ള ഈ വരകളിൽ ഇതേപോലെ മസാല ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ആ വരകളുടെ ഉള്ളിലേക്കൊക്കെ മസാല നല്ല പോലെ കയറി പിടിക്കും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മാംസത്തിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ ഓരോ മീനും എടുത്തിട്ട് നമുക്ക് മസാല പുരട്ടാനായിട്ട് നോക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ലപോലെ മസാല കയറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മസാല പുരട്ടിയെടുത്ത ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതേ മീനിലൊക്കെ നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ 2 മണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ പിന്നെ നോർമൽ ടെമ്പറേച്ചറിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി. ഞാനിപ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. 2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ 2 മണിക്കൂറിന് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ മിനിമം പറയുന്ന സമയമാണ് 2 മണിക്കൂർ. അപ്പോഴാണ് കറക്റ്റ് ആ മസാലയൊക്കെ ആ മീനിലേക്ക് കയറി പിടിക്കുള്ളൂ. അപ്പോൾ ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാണ് കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് മസാല പുരട്ടി വെച്ചിട്ടുള്ള ഓരോ മീനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ആയി വരട്ടെ, എന്നിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇത് എല്ലാ മീനും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീനിൻ്റെ ഈ സൈഡും കൂടി മായി വന്നാൽ നമുക്കിത് വെളിച്ചെണ്ണ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മീൻ വറുത്ത് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇത് വെളിച്ചെണ്ണയിൽ എടുക്കാനായിട്ട് നോക്കാം. ഇതേപോലെ ബാക്കിയുള്ള മീനും കൂടി വറുത്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എല്ലാ മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മീൻ വറുത്ത് ഇവിടെ ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാങ്ങ ഇട്ട് വെച്ചിട്ടുള്ള മത്തിക്കറി ചേർക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മത്തിയും കൂടിയും എടുക്കുന്നുണ്ട്. ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നല്ല ചൂടുള്ള മീൻ ഇങ്ങനെ നുള്ളി എടുക്കുക. നല്ല ചൂടുണ്ട്. ഇതിങ്ങനെ ചോറിൽ വെച്ച് കുഴച്ച്
ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു കേട്ടോ അങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. മീനിലൊക്കെ നല്ല ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടില്ലേ, മീനിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മീൻ വരയുമ്പോൾ നല്ല ആഴത്തിൽ വരാനായിട്ട് പറയുന്നത്. അതുപോലെ ആ വരവുള്ളിക്കൊക്കെ മസാല ആവുന്ന രീതിയിൽ പുരട്ടി കൊടുക്കുക. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുക. നിങ്ങളിങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കി നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.